ഹലോ, എല്ലാവർക്കും നമസ്കാരം. കൂടാതെ എൻ്റെ വിഷുവാശംസകളും. ഇന്ന് വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സംസാരമാണ്. അപ്പോൾ നമ്മുടെ ഭയങ്കര ചൂട് കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അത് കാരണം ഞാൻ കൃഷിയൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. കൂടുതലൊന്നുമില്ല. ഇനി എന്തായാലും ഒരു മഴ ഒന്ന് കിട്ടി. കാര്യം നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ഒരു മഴ കിട്ടാതെ വെറും നനകൊണ്ട് മാത്രം മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ എൻ്റെ അക്വാപോണിക്സ് ഉണ്ട്, 2 അക്വാപോണിക്സ് ഉണ്ട്. അക്വാപോണിക്സിൽ മീനെല്ലാം പിടിച്ചു. അപ്പോൾ ഫിഷ് പോണ്ട് മെയിൻ്റനൻസ് ആണ്. ഇതാ പെയിൻ്റൊക്കെ അടിച്ചാൽ വൃത്തിയാക്കിയിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ബെഡുണ്ട്. ആ ബെഡിൽ കുറച്ച് ലീക്കുണ്ട്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ മെറ്റലെല്ലാം വാരി കംപ്ലീറ്റ് പുറത്തെടുത്തതിന് ശേഷം ആ ലീക്കുള്ള പോർഷൻ ഇതാ കണ്ടുപിടിച്ചു. അത് കംപ്ലീറ്റ് സിമെൻ്റ് ഒന്ന് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സിമെൻറ്റ് കോട്ട് ചെയ്തിട്ട് നാളെ എന്താ ചെയ്യണം, ഇതിനകത്ത് ചാക്ക് അതായത് 30 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ ചണത്തിൻ്റെ ചാക്കുണ്ടല്ലോ, അത് സൈഡെല്ലാം കട്ട് ചെയ്ത് എഡ്ജസ് എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം 30 ലിറ്റർ വെള്ളത്തിൽ 1 ചാക്ക് സിമെൻറ്റ് കലക്കണം. എന്നിട്ട് നമ്മൾ ഈ സിമെൻറ്റ് ചാക്ക് അതിൽ മുക്കി ഇതിന് ചുമരുകളിൽ പതിപ്പിക്കണം. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കി. ഇതിപ്പോൾ 5-6 വർഷം പഴക്കമുള്ള പോണ്ടാണ്. അതുപോലെ തന്നെ ബെഡാണ്. ഇപ്പോൾ മെറ്റലെല്ലാം ക്ലീൻ ചെയ്ത് പുറത്തെടുത്തിട്ടേക്കാണ്. ഈ ബെഡും ഇതുപോലെ തന്നെ ചാക്കൊണ്ട് ഉണ്ടാക്കിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ മാവിൻ്റെ ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. ആ മാവിൻ്റെ വേറെ ഇറങ്ങിയാൻ തോന്നുന്നു, ചെറിയൊരു പൊട്ട് വന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു മെയിൻ്റനൻസ് കൊണ്ട് വരുന്നത്. പക്ഷേ എൻ്റെ വലിയ പോണ്ടിൽ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല, നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുന്നു. ഇത് കണ്ടോ, ഈ ക്ലോറിനേറ്റഡ് ബ്ലൂ പെയിൻ്റ് അടിച്ചെല്ലാം റെഡിയാക്കി ഇട്ടേക്കണം. അപ്പോൾ മീനിടാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഈ ആഴ്ച മീനിടണം, അതിനോട് പ്രിപ്പറേഷനാണ്. അപ്പോൾ നാളെ ചാക്കെല്ലാം മേടിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോട്ട് സിമെൻറ്റ് നമ്മൾ ഗ്രൗട്ടായിട്ട് ബ്രഷ് ചെയ്ത് നിർത്തിയിരിക്കുകയാണത്. ഇത് ശരിക്കും ഉണങ്ങിയിട്ട് വേണം നമുക്കിൻ്റെ അടുത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ വൈകിയത് വേറെ ഒന്നുമായിട്ടില്ല, നമ്മുടെ ക്ലൈമറ്റ് അനുകൂലമല്ല. അപ്പോൾ നല്ല കൃഷികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറിഗേഷൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല. ഒരു പരിധി വരെ നമുക്ക് പ്രകൃതിയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വീട്ടിലിവിടെ ഏതാണ്ട് 38 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് നോർമലി ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ ഈ സാഹചര്യത്തിൽ പച്ചക്കറിയൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക്കാണ്. പക്ഷേ എന്നാലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അവിടെ എല്ലാം ഉണ്ട്, എനിക്ക് സാധനം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എൻ്റെ നെൽകൃഷി ചെയ്യാനായിട്ടുള്ള പ്ലോട്ടുണ്ട്. അവിടെ നാളെ മെഷീൻ വെച്ച് ഉഴുത് റെഡിയാക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് മഴ കിട്ടിയതെല്ലാം ചെയ്യാമെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കൃഷിയുടെ ആളുകളൊന്നും ഇപ്പോൾ കൂടുതൽ കോൺടാക്റ്റ് ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല, എല്ലാവരും ഇത് എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും തോന്നുന്നു. മറ്റേ നിറയെ കോളുകൾ വന്നുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ അധികം ആളുകളൊന്നും കോൺടാക്റ്റ് ചെയ്യുന്നില്ല. കോൺടാക്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം വേറൊന്നുമില്ല, എല്ലാവരും ഒന്നും മടുത്ത് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. എന്തായാലും ആരും കൃഷി ചെയ്ത് മടുത്തുന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക, നന്നായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുവാശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.